ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് തലേന്ന് പൂ മേടിക്കാൻ കോട്ടൺ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അച്ഛൻ്റെ കൈയും പിടിച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. എൻ്റെ പൊന്നോ, ഈ പെണ്ണെന്നെ എങ്ങോട്ടൊക്കെയാണോ വലിച്ചുകൊണ്ട് പോകുന്നത്. അവളുടെ ചിരി കണ്ടിട്ട് എന്തോ നല്ല പണി തരാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ അങ്ങനെ നടന്ന് ഞങ്ങൾ ജോസ്കോയുടെ വാതിക്കലെത്തി. അവിടെ കഥകളിയും പുലികളിയൊക്കെ കണ്ടു. കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂവിൻ്റെ വിലയൊക്കെ ചോദിക്കാൻ ചെന്ന്. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ വില. ഈ പെണ്ണിൻ്റെ നോട്ടം കണ്ടാൽ ഇവള് കട മൊത്തം വാങ്ങുമെന്ന് തോന്നും. അവൾക്ക് പർപ്പിളും ഓറഞ്ചും യെലോയും ഒക്കെ വേണമെന്ന് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പൂവൊക്കെ മേടിച്ചു. അവൾക്ക് മുല്ലപ്പൂവൊക്കെ മേടിച്ചു കൊടുത്തു. അവളുടെ കയ്യിലോട്ട് തന്നെ സാധനം മൊത്തത്തോടെ കൊടുത്തു. അപ്പം തന്നെ അവൾ ദേണ്ടതെല്ലാം കൂടെ പാക്ക് ചെയ്ത് കയറ്റുന്ന കണ്ടു. ഇനി വൈകുന്നേരമൊക്കെ ആയില്ലേ, വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ദേണ്ട ഓരോ ചോദ്യങ്ങളുമായിട്ട് വന്നേക്കുക. ചേച്ചി അതെന്നാ ഇതെന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തലേന്ന് തന്നെ ആച്ചു നല്ല എക്സൈറ്റഡ് ആയിരുന്നു. വെളുപ്പിന് തന്നെ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് പൂവെല്ലാം എറിപ്പിച്ച് കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുമായിട്ടുള്ള കളികളും ഒക്കെ ആയിരുന്നു. എല്ലാം എന്തായാലും നല്ല രസമായിരുന്നു ഇന്ന് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞു. വിശന്നാൽ നിങ്ങളല്ലാതാകും എന്നതുകൊണ്ട് ഞങ്ങൾ പതിയെ കഴിക്കാനായിട്ടൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും നല്ലൊരു ഓണമായിരുന്നു.